ചൈനീസ് ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 1600 കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിഗമനം. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ സിംഗപ്പൂർ പൗരനായ മുസ്തഫ കമാലാണെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം സിംഗപ്പൂരിലേക്കും വ്യാപിപ്പിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് പിടികൂടിയ സയ്യിദ് മുഹമ്മദ്, TG വർഗീസ് എന്നിവരുടെ അക്കൗണ്ട് വഴി 718 കോടിയാണ് ഒഴുകിയത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് അലി അക്ബർ ഷാ. കേട്ടതിനും അപ്പുറമാണ് അതിന്റെ പല മടങ്ങ് തട്ടിപ്പ്. കേരളത്തിൽ 500ഓളം അക്കൗണ്ടുകൾ എടുത്തുകൊണ്ട് അതിലൂടെ കോടികൾ ഒഴുക്കിക്കൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് ED പ്രാഥമികമായി തന്നെ വ്യക്തമാക്കുകയാണ്. അന്വേഷണം ഇപ്പോൾ എവിടെ വരെ എത്തി ചൈനീസ് ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ? ഗുഡ് മോർണിംഗ് സുജയ. ഈ പറഞ്ഞതുപോലെ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ്. ഈ ചൈനീസ് ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന സയ്യദ് മുഹമ്മദിൽ നിന്നും TG വർഗീസിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 പേർ തമിഴ്നാട്ടിൽ പിടിയിലായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ചൈനീസ് ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മ്യൂൾ അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകിയ 2 മലയാളികളെ സംബന്ധിച്ച വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് സയ്യിദ് മുഹമ്മദും അതുപോലെ TG വർഗീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലാകുന്നതും. ഈ 2 മലയാളികൾ സംഘടിപ്പിച്ച് നൽകിയ 500-ലധികം വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ വഴി മറിഞ്ഞത് 718 കോടി രൂപയാണ്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ 2 പേർക്കും ഈ തട്ടിപ്പ് സംഘം നൽകിയ കമ്മീഷൻ തുക എന്ന് പറയുന്നത് 2,70,00,000 രൂപയാണ്. ആ രീതിയിൽ ഞെട്ടിക്കുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2,70,00,000 രൂപയായി ലഭിച്ച ഈ കമ്മീഷനായി ലഭിച്ച തുകയും ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും ഈ 2 പ്രതികളും സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല നിലയിലുള്ള സ്വത്ത് സമ്പാദനവും നടത്തിയിട്ടുണ്ട്. മൈസൂരുവിൽ 2 പേരും ഷെയർ ചേർന്നുകൊണ്ട് ഒരു റിസോർട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന വിവരവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല വസ്തുതകളും ഉള്ളത്. ഈ സിംഗപ്പൂരിൽ വലിയ തുക ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് ഈ തട്ടിപ്പ് സംഘം നടത്തിയിട്ടുണ്ട് എന്ന വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന വിവരം സിംഗപ്പൂർ പൗരനായിട്ടുള്ള മുസ്തഫ കമാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തട്ടിപ്പ് സംഘത്തെ നിയന്ത്രിക്കുന്നത്. ഇയാളാണ് ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് സിംഗപ്പൂരിലേക്ക് കോടികളുടെ ഒഴുക്ക് ഈ തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. 112 കോടിയോളം രൂപയാണ് ചൈനയിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റായി ഈ തട്ടിപ്പ് സംഘം നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത അത്രയും വലിയ ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് നടന്നതെന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിഗമനം എന്ന് പറയുന്നത് 1600 കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നതാണ്. 259 ബാങ്ക് അക്കൗണ്ടുകളാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിയന്ത്രിച്ചിരുന്നത്. ഈ അക്കൗണ്ടുകൾ വഴി 377 കോടി രൂപയാണ് മറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലമായാണ് ഇയാൾക്ക് 2 കോടി രൂപ തട്ടിപ്പ് സംഘം നൽകിയത്. അതുപോലെ വർഗീസിന്റെ 190 ബാങ്ക് അക്കൗണ്ടുകൾ വഴി മറിഞ്ഞിരിക്കുന്ന തുക എന്ന് പറയുന്നത് 341 കോടി രൂപയാണ്. ഈ 341 കോടിയിൽ 115 കോടി രൂപയും ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിന് ഇയാൾക്ക് കമ്മീഷനായി നൽകിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. അങ്ങനെ ഈ 2 മലയാളികളിലൂടെ കൂടുതൽ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പേരെ 4 ദിവസത്തേക്കാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഈ 4 ദിവസം കൊണ്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. കൂടുതൽ മലയാളികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഉണ്ട് എന്ന സൂചന തന്നെയാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന ഈ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിദേശത്തേക്ക് കോടികളുടെ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വിദേശത്തേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. കേരളത്തിലെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തട്ടിപ്പാണ്, കോടികളുടെ തട്ടിപ്പ്, ഒരു മാഫിയ നടത്തുന്നതിന്റെ വിവരങ്ങളാണ് അലി അക്ബർ ഷാ പങ്കുവച്ചത്.